Hi friends, the Garden YouTube channel. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പ്ലാന്റിന്റെ പേര് സിങ്കോണിയം എന്നാണ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും സിങ്കോണിയം പ്ലാന്റ്സ് ഇല്ലാത്തവരായിട്ട് ആരും കാണില്ല. അപ്പോൾ അതിന്റെ കുറച്ച് പ്ലാന്റ് കെയറും പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് ഒരു 10-13 വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ നമ്മുടെ കളക്ഷൻസിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ പ്രൊപ്പഗേഷനും അതിൻ്റെ കെയറിംഗ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ സിങ്കോണിയം നമ്മുടെ ഇവിടെ കളക്ഷനിലുള്ള സിങ്കോണിയം നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 10-13 വെറൈറ്റീസ് ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ എണ്ണം എടുത്ത് വന്നപ്പോൾ ഒരു 15 ടൈപ്സ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു സിങ്കോണിയം എrythrophyllum എന്ന് പറയുന്ന വെറൈറ്റി നോക്കാം. അപ്പോൾ ഞാൻ പറ്റുന്നതും ചില വെറൈറ്റീസിൻ്റെ പേരൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നുണ്ട്. കുറച്ച് വെറൈറ്റീസിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് അടിയിലൊന്ന് കമൻറ്റായിട്ട് ഇട്ടേക്കാം. അപ്പോൾ ഈ കാണുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ സിങ്കോണിയം എrythrophyllum അല്ലെങ്കിൽ ചോക്ലേറ്റ് സിങ്കോണിയം എന്നൊക്കെ പറയുന്ന ഒരു സിങ്കോണിയമാണ്. അപ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ ലീഫും പിന്നെ അടിയിലൊരു നല്ലൊരു ഡാർക്ക് പിങ്ക് കളറും ഒക്കെ വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സിങ്കോണിയം നമുക്ക് പൊതുവെ അറിയാം ക്ലൈമ്പിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകുന്നൊരു വെറൈറ്റിയാണ്. ഇങ്ങനെ മണി പ്ലാന്റ്സ് പോലെ സ്റ്റെം ഇങ്ങനെ നീളം വെച്ച് വരുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഈ കാണുന്നത് ഞാനിവിടെ ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചത് സ്റ്റെമ്മിങ് നീളം വെച്ച് പോകുന്നതുകൊണ്ട് തന്നെ മണി പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പോലെ നോട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചകിരിച്ചോറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് സിങ്കോണിയം എrythrophyllum എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിമാൻഡുള്ള പ്ലാന്റാണ് കേട്ടോ അത്. പിന്നെ അടുത്തതായിട്ടുള്ളത് സിങ്കോണിയം ഗ്രീൻ ഗോൾഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് സിങ്കോണിയം ബാറ്റിക് എന്ന് പറയുന്നതും ഏകദേശം ഇതുപോലെ ഇരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ലീഫ് കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കും സിങ്കോണിയം ബാറ്റിക്കിൻ്റെ ലീഫ് വരുന്നത്. അതായത് കുറച്ച് ആ വെയിൻസിന് വൈറ്റ് കളർ നല്ലപോലെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ കാണുന്നത് സിങ്കോണിയം ഗ്രീൻ ഗോൾഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തത് ഇനി നിങ്ങൾ കുറച്ച് കാണാൻ പോകുന്നത്, എനിക്ക് നെയിം അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല, ചെറിയ ചെറിയ ലീഫ് വരുന്ന കുറച്ച് സിങ്കോണിയംസ് ആണ്. ഇങ്ങനെ നീളത്തിലെ ചെറിയ ലീഫ് വന്നിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഇനിയുള്ളത് കുറച്ച് വെറൈറ്റീസൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഒന്ന് ഇട്ടേക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സിങ്കോണിയം മിൽക്ക് കോൺഫെറ്റി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഒരു പിങ്ക് കളറിലെ ഒരു വെരിഗേഷൻ പോലെ ഇങ്ങനെ കാണാം, ഒരു ചെറിയൊരു സ്പ്ലാഷ് പോലെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇത്രയും ഗ്രീൻ കളർ ഉണ്ടാവില്ല. ഇപ്പോൾ മഴയും ഇതൊക്കെ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത് കൊണ്ട് സൺലൈറ്റ് കൃത്യമായിട്ട് കിട്ടാത്തതിൻ്റെ, അതായത് ആവശ്യത്തിനുള്ള സൺലൈറ്റ് കിട്ടാത്തതിൻ്റെ ഒരു കുഴപ്പമായിട്ടാണ് കേട്ടോ ഈ ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ കൂടി നിൽക്കുന്നത്. അല്ലെങ്കിൽ വൈറ്റ് കളർ കൂടിയിട്ട് അതിലൊരു പിങ്ക് ഷെയ്ഡായിരിക്കും വരുന്നത്. പിന്നെ അടുത്തായിട്ട് കോമൺ ആയിട്ട് വരുന്നൊരു സിങ്കോണിയം ഒരു വൈറ്റ് കളറിൽ ഒരു ഗ്രീനിഷ് വൈറ്റ് കളറിൽ ഒരു ലീഫോട്ട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് ഇട്ടേക്കാം. പിന്നെ അടുത്തായിട്ടുള്ളത് സിങ്കോണിയം പിങ്ക് കളറിൽ വരുന്ന ഒരു നാരോ ലീഫിൽ പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡുള്ള ഒരു ടൈപ്പ് തന്നെയാണ്, ചെറിയ ചെറിയ ലീഫായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റിയും ഇങ്ങനെ നമുക്ക് സിങ്കോണിയം പടർത്തി കയറ്റാം, നമുക്ക് ക്ലൈംബ് ചെയ്ത് വിടുന്ന ഒരു ടൈപ്പ് വെറൈറ്റിയാണ്. പിന്നെ അടുത്തായിട്ടുള്ളത് സിങ്കോണിയം നാരോ ലീഫ്. അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ നല്ല നാരോ ലീഫ് ഇങ്ങനെ കീറിയ ഒരു ലീഫായിട്ട്, കീറിയ പോലത്തെ ഒരു ലീഫായിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2-3 പ്രാവശ്യം വാങ്ങി വെച്ചിട്ടും ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റിന് വേറൊരു രീതിക്ക് ആയി പോകുന്നുണ്ട്. സിങ്കോണിയത്തിൽ അങ്ങനെ ഒരു പ്രശ്നം കാണാറുള്ളതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് സിങ്കോണിയം മിനി പിക്സി വൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ചെറിയ ചെറിയ ലീഫായിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ കാണുന്ന ഒരു സിങ്കോണിയം. അപ്പോൾ ഇത് കുറച്ച് സെൻസിറ്റീവാണ്, നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നോക്കിയാലൊക്കെ ഇങ്ങനെ പിടിച്ച് കിട്ടാനൊക്കെ ചിലപ്പോൾ പാടായിരിക്കും ഈ ഒരു വെറൈറ്റി. അപ്പോൾ സിങ്കോണിയത്തിൽ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഭംഗി കണ്ട് വാങ്ങി നമ്മുടെ ഇവിടെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ വ്യത്യാസത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ ചാൻസ് ഉള്ളൊരു വെറൈറ്റിയാണ് സിങ്കോണിയം എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. ഇനി അടുത്തതായിട്ടുള്ളത് സിങ്കോണിയം ആൽബോ വെരിഗേറ്റഡ്, അതായത് വെരിഗേറ്റഡ് ലീഫ് വരുന്ന ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്. ഇത് നല്ലപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്ന ഈ ഒരു സിങ്കോണിയം ആൽബോ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 250-300 റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിങ് നമുക്ക് ഈ ഒരു പ്ലാന്റ് മാർക്കറ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലീഫ്, ഒരു അത്യാവശ്യം വലിയ ലീഫായിട്ട് വരുന്ന സിങ്കോണിയംസ് ആണ്. ഇത് നമുക്ക് പടർത്തി വിടുന്നുണ്ടെങ്കിൽ പടർത്തി വിടാം, ഇല്ലെങ്കിൽ ഇതുപോലെ ചട്ടികളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബുഷിയായിട്ട് ഇങ്ങനെ നിന്നോളും. അപ്പോൾ അതുപോലത്തെ കുറച്ച് വെറൈറ്റീസൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കാം. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ എന്തായാലും നമ്മുടെ സിങ്കോണിയം കളക്ഷൻസിൽ ആദ്യമായിട്ടൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു വെറൈറ്റിയാണത്.
പിന്നെ അടുത്തതായിട്ടുള്ളത് ഈ സിങ്കോണിയം ഫുള്ള് ലീഫ് ഇങ്ങനെ കീറി നിൽക്കുക, പുഴു കയറിയൊന്നുമല്ല കേട്ടോ, മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന ഒരു ഏരിയയിലായിരുന്നു ഇത് ഇരുന്നിരുന്നത്. അപ്പോൾ മഴ പെയ്ത പെട്ടെന്ന് രാവിലെ നോക്കിയപ്പോഴും ഇങ്ങനെ ലീഫ് ഫുള്ള് കീറി നിൽക്കുന്നത്, വെള്ളം ഇങ്ങനെ കുത്തി വീണിട്ട് ലീഫ് ഫുള്ള് കീറിയതാണ്. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഈ കളറാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സിങ്കോണിയം സ്ട്രോബെറി ക്രീം എന്നാണ്. ഒരു സ്ട്രോബെറി ക്രീം കളറിൽ വരുന്നൊരു ലീഫാണ് കേട്ടോ ഇത്. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ലീഫായിട്ട് നല്ല ഭംഗിയാണിത് ഫുള്ള്. അപ്പോൾ ആ പ്ലാന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. നല്ല രസമാണ് ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് കാണാനായിട്ട് തന്നെ. അപ്പോൾ ലീഫ് അത് വെള്ളം വീണിട്ട് കീറിപ്പോയതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് സിങ്കോണിയം ഗ്രീനിൽ തന്നെ വെയിൻസിൽ അവിടെ ചെറിയൊരു ബ്രൗൺ പിങ്ക് കളറിൽ ഇങ്ങനെ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളൊരു ലീഫ് ഉള്ളതാണ്. അപ്പോൾ ഇത് നല്ല രസമാണ്, ഇത് നല്ല ഇതായിട്ട് നിൽക്കുന്നത്. ഇതും ഇവിടെ വേറൊരു ഇതിപ്പോൾ ഞങ്ങൾ ഒരു അടക്കാമരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ വെച്ചേക്കുന്നതിൽ പടർന്ന് കയറിയതാണ് ഈ കാണുന്നത്. നല്ലൊരു ബ്രൗൺ പിങ്ക് കളർ ഇങ്ങനെ ഷെയ്ഡ് വന്നിട്ടുള്ളതാണിത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് നമുക്ക് കണ്ടുവരുന്നൊരു വെറൈറ്റിയാണ് സിങ്കോണിയം വെൻലാൻഡി എന്ന് പറയുന്നത്. ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീനിൽ സിൽവർ ആ ഒരു മിഡിലിൽ വെയിൻസിൽ ഇങ്ങനെ ഒരു സിൽവർ ഷെയ്ഡിങ് വന്നിട്ടുള്ള നല്ലൊരു വെറൈറ്റിയാണ്. ഇത് അത്യാവശ്യം കോമൺ ആയിട്ടുള്ളതാണ്, എന്നാലും കാണാൻ നല്ല രസമാണ്. ഇത് ഇങ്ങനെ പടർന്ന് കയറുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 15 വെറൈറ്റി സിങ്കോണിയംസ് നമ്മളിവിടെ ഉള്ളതൊക്കെ നോക്കി. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ പോട്ട് മിക്സ്, ഇതിൻ്റെ കെയറിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഞങ്ങളിവിടെ പോട്ട് മിക്സിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് നമ്മുടെ സോയിലും പിന്നെ അതുപോലെ തന്നെ കൗഡങ്ങും മാത്രമാണ്. അപ്പോൾ കൂടുതൽ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ സോയിൽ ഒരുപാട് ഹാർഡായിട്ട്, ഇപ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഒത്തിരി ഹാർഡായിട്ട് പോകുന്ന സോയിലാണെങ്കിൽ മാത്രം കുറച്ച് ചകിരിച്ചോറ് ചേർക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ സോയിലും കൗഡങ്ങും മാത്രം മതി, വേറെ കൂടുതലായിട്ട് നമുക്കൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് സിങ്കോണിയത്തിന് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു സിങ്കോണിയത്തിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ തൈകൾ ഫോം ആയിട്ട് വരും. ഇപ്പോൾ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുവട് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ തൈകൾ ഇങ്ങനെ അതിൻ്റെ വേരിൽ നിന്നൊക്കെ പുതിയ തൈകൾ ഇങ്ങനെ പൊട്ടി, അതിൻ്റെ സ്റ്റെമ്മിൽ നിന്നൊക്കെ പുതിയ തൈകൾ ഇങ്ങനെ പൊട്ടി നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ റൂട്ടോട് കൂടിയിട്ടുള്ള ചെറിയ പ്ലാന്റ്സ് നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു പ്ലാന്റായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ ക്ലൈംബ് ചെയ്ത് പോകുന്ന, അതായത് പടർന്നു പോകുന്ന സിങ്കോണിയംസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് മണി പ്ലാന്റ്സ് പോലെ നോട്ട്സിൻ്റെ അവിടെ നിന്ന് വേരിങ്ങനെ ഫോമായി നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒരു 2-3 നോട്ട്സ് വരുന്ന ഒരു സ്റ്റെം കട്ടിങ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ പ്ലാന്റ്സ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കാണുന്ന ഒരു പ്ലാന്റിൽ ഞാൻ ഇവിടെ നിന്ന് ചെറിയൊരു സ്റ്റെം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നിറച്ച് നോട്ട്സിൻ്റെ അവിടെ നിന്ന് റൂട്ട്സ് ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് നോട്ട്സിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 പ്ലാന്റ് ആയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നോട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമുക്കത് 2 പ്ലാന്റ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മണി പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സിങ്കോണിയംസ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ പോട്ടി മിക്സ് ഉണ്ടല്ലോ, നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും കൂടെയുള്ള മിക്സിലോട്ട് ഇത് കുത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് ശേഷം ഒരു 1-2 മാസം കൊണ്ട് ഈ ഒരു ചട്ടി ഫുള്ള് ബുഷിയായിട്ട് നല്ല തിക്കായിട്ട് വളരും. വളരെ ഈസിയാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വാട്ടറിങ്ങും ഇതിൻ്റെ ആ ഒരു സൺലൈറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത ആ ഒരു കട്ടിങ്സൊക്കെ കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ എക്സ്ട്രാ വരുന്ന വേരൊക്കെ ഓവറായിട്ടുള്ള വേരൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാനത് പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ വാട്ടറിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് വളരെ സിമ്പിളാണ്, കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. നമുക്കിത് ഒരു ഡെയിലിയോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെയോ വെള്ളം നനച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ വെള്ളം കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ല. ഈ പ്ലാന്റിന് പെട്ടെന്ന് അങ്ങനെ ചീഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് സൺലൈറ്റിനെ കുറിച്ചിട്ടാണ്. സൺലൈറ്റ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നത്, അതായത് നേരിട്ടുള്ള സൂര്യപ്രകാശമല്ല, നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്കോണിയംസ് നല്ല രീതിക്ക് തന്നെ വളരും. ചെറുതായിട്ടൊക്കെ സൺലൈറ്റ് കിട്ടിയാലും ഇനിയിപ്പോൾ പ്രശ്നമൊന്നും വരാനില്ല. പിന്നെ സിങ്കോണിയത്തിൻ്റെ ഫെർട്ടിലൈസിങ്ങിനെ കുറിച്ച് ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്ക് 1 മാസം കഴിയുമ്പോൾ കുറച്ച് ചാണകപ്പൊടി അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് NPK ഒക്കെ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതൊക്കെ നല്ലതാണ്. കൂടുതലും നമുക്ക് ഒരുപാട് അങ്ങനെ കെയറിങ് ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻഡോർ ആയാലും അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയാലും ഒക്കെ വളർത്താൻ പറ്റിയൊരു നല്ലൊരു ചെടിയാണ് സിങ്കോണിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിങ്കോണിയത്തിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ തീരാൻ സമയമായി. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.